എന്തുവാണ് ഈ i3, i5, i7, i9, സെലറോൺ, ആറ്റം മൊത്തത്തിൽ കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് ആദ്യം സെലറോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെലറോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഒരു സൈക്കിൾ പോലെയാണെന്ന് പറയാം. അതായത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ ബ്രൗസിങ് അല്ലെങ്കിൽ ടൈപ്പിംഗ് പോലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് സെലറോൺ പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന ആറ്റമാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടാബ്ലറ്റിൽ അല്ലെങ്കിൽ ചെറിയ കോൺഫിഗറേഷനിലോ ലാപ്ടോപ്പിലൊക്കെ വരുന്ന പ്രോസസ്സറാണ് ആറ്റം എന്ന് പറയുന്നത്. പിന്നെയാണ് പെൻറ്റിയം വരുന്നത്. പെൻറ്റിയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫാമിലി കാർ പോലെയാണ്. അതായത് നമ്മുടെ എവരിഡേ വർക്ക് അല്ലെങ്കിൽ ഓഫീസ് ടാസ്ക് ഇതൊക്കെ ചെയ്യാനായിട്ടാണ് പെൻറ്റിയം കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള i3, i5, i7ലേക്ക് വരുന്നത്. i3 എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് i3 പ്രോസസ്സർ. അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് i3 പ്രോസസ്സർ. അതിനുശേഷം വരുന്ന i5 ആണ്. i5 എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഡാൻ കാർ പോലെ കുറച്ചും കൂടി അടുത്ത ലെവലിലുള്ള ഒരു സംഭവമാണ്. അതിന് കുറച്ചുകൂടി ചീപ്പാണെന്നുള്ളത്, അതുപോലെ തന്നെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ. പിന്നെ അതിനുശേഷം വേണം i7 വരുന്നത്. i7 നേരിട്ട് റേസ് കാറിനോട് വേണമെങ്കിൽ പറയാം. നമ്മുടെ റേസ് കാർ പോലെ അതിന് നമ്മുടെ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെവി ഗെയിം അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് i7 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ വരുന്ന i9 ആണ്. i9 ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്കൊന്നും അത്ര വലിയ ആവശ്യമുള്ള കാര്യമല്ല. നമ്മളൊരു സൂപ്പർ കാർ പോലെ വരും. എക്സ്ട്രീം സ്പീഡാണ്, അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് തരുന്നതാണ് i9 എന്ന് പറയുന്നത്. പക്ഷേ മൂവി എഡിറ്റിംഗ് പോലുള്ള വലിയ വലിയ സംഭവങ്ങൾ ചെയ്യാനായിട്ടും വലിയ ടാസ്കുകൾ ചെയ്യാനായിട്ടും i9 ഉപയോഗിക്കാം. അതിനുശേഷം വരുന്നത് കോർ അൾട്രയാണ്. നമ്മളിപ്പോൾ എന്ന് പറയുന്നത് ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള ഹെവി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സറാണ് കോർ അൾട്ര.